ജയിക്കും തോന്നിപ്പിക്കും, പക്ഷേ ജയിക്കില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമ്മുടെ IPL രാജസ്ഥാൻ റോയൽസ് പിന്തുടരുന്ന ശൈലി ഇപ്പോൾ ഇങ്ങനെയാണ്. കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിലെ തീ പിടിപ്പിക്കുന്ന പ്രകടനവുമായി ഇന്നലെ ക്യാപ്റ്റൻ റിയാൻ പരാഗ് മിന്നിത്തിളങ്ങിയ മത്സരത്തിലാണ് നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ രാജസ്ഥാൻ ഒറ്റ റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങിയത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കൊൽക്കത്ത നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 204 റൺസ് എടുത്തപ്പോൾ രാജസ്ഥാന്റെ മറുപടി 20 ഓവറിൽ 8 വിക്കറ്റിന് 205 റൺസിൽ അവസാനിച്ചു. IPL ചരിത്രത്തിലും വിജയത്തിന് അരികെ വീഴുന്നത് രാജസ്ഥാന് ഇത്തവണ മാത്രമല്ല, പല തവണയും ശീലമാണ്. ഇത് 3-ാം തവണയാണ് റോയൽസ് ഒരു റൺസ് തോൽവി ഏറ്റുവാങ്ങുന്നത്. 2011 ഡൽഹിക്കെതിരെയും കഴിഞ്ഞ വർഷം ഹൈദരാബാദിനെതിരെയും അവർ ഇതേ മാർജിനിൽ തോറ്റിരുന്നു. ഈ സീസണിൽ ഡൽഹിക്കെതിരായ മത്സരം ടൈ ആയതിനു ശേഷം സൂപ്പർ ഓവറിൽ തോൽവി വഴങ്ങിയ രാജസ്ഥാൻ ലക്നൌവിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടത് 2 റൺസിനാണ്. ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ ചെന്നൈ പരാജയപ്പെട്ടതും 2 റൺസിന്റെ നേരിയ മാർജിനിലായിരുന്നു. അവസാന 5 ഓവർ ബൗളിംഗിലെ പിഴവും മികവുമാണ് കൊൽക്കത്ത രാജസ്ഥാൻ മത്സരത്തിന് ഫലം നിർണയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ ബാറ്റിംഗിൽ 15 ഓവറിൽ 3-ന് 121 നിലയിലായിരുന്ന കൊൽക്കത്ത സ്കോർ 200 കടത്തിയത് അവസാന 5 ഓവറിൽ 85 റൺസ് വഴങ്ങിയ രാജസ്ഥാനെ പിടിവിട്ട ബൗളിംഗ് ആണ്. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാന് ജയിക്കാൻ 4 ഓവറിൽ 43 റൺസ് വേണ്ടിയിരിക്കെ കൊൽക്കത്ത ബോളർമാർ അവസരത്തിനൊത്തുന്നു. അതായത് ലേലത്തിൽ വിട്ടുകളഞ്ഞ പല കളിക്കാരും പല ടീമുകളിലും പോയി ഫോം ആകുന്നു. നമ്മൾ എടുത്തു വെച്ച എയ്റ്റ്മയർ, ദ്രോജുറേൽ, കുറച്ച് ടീംസ് ഉണ്ടല്ലോ, അവരൊക്കെ പക്കാ ഫ്ലോപ്പായി മാറുകയാണ് ഉണ്ടായത്. 17-ാം ഓവറിൽ 5 റൺസ് മാത്രം വഴങ്ങിയ സുനിൽ നരൈന്റെയും പരാഗിന്റെ നിർണായക വിക്കറ്റ് നേടിയതുൾപ്പെടെ 18-ാം ഓവറിൽ 5 റൺസ് മാത്രം വഴങ്ങിയ ഹർഷിത് റാണയും രാജസ്ഥാൻ ബാറ്റർമാരെ തളച്ചിട്ടു എന്ന് വേണം പറയാൻ. വൈഭവ് അറോറ എറിഞ്ഞ 20-ാം ഓവറിൽ രാജസ്ഥാൻ വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 22 റൺസാണ്. ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ശിവം ദുബെ 2 സിക്സും 1 4ഉം സഹിതം 20 റൺസ് അടിച്ചതോടെയാണ് മത്സരം നാടകീയമായത്. അവസാന പന്തിൽ വിജയത്തിലേക്ക് 3 റൺസ് എന്ന നിലയിൽ നിൽക്കെ 2-ാം റണ്ണിലുള്ള ശ്രമത്തിൽ ജോഫ്രോ ആർച്ചർ റൺഔട്ട് ആയതോടെ കൊൽക്കത്തയ്ക്ക് 1 റൺസ് ജയം. ഇതോടെ കൊൽക്കത്ത നേരിയ രീതിയിൽ പ്ലേ ഓഫ് പ്രതീക്ഷയും നിലനിർത്തി. രാജസ്ഥാൻ നേരത്തെ തന്നെ പുറത്തായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.